നമസ്കാരം. സീരീസ് എൽ സി ആർ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V = V0 sin omega t ആണെങ്കിൽ അതിലൂടെ ആ ഇൻസ്റ്റൻറ്റിലുള്ള കറണ്ട് I = I0 sin omega t -5 ആണ് എന്ന് ഫേസർ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി പ്രൂവ് ചെയ്യുകയുണ്ടായി. അതായത് if the applied voltage is V = V0 sin omega t, then at that instant the current through the circuit is I = I0 sin omega t -5. ഒരു റെസിസ്റ്റർ മാത്രമുള്ള എ സി സർക്യൂട്ടിൽ അപ്ലൈഡ് വോൾട്ടേജ് V = V0 sin omega t ആണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = I0 sin omega t എന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതിൽ I0 ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ്. I0 = റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ I0 = V0/R ആയിരുന്നു. ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലുള്ള I0 V0/XL ആയിരുന്നു. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലെ I0 ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് V0/XC ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എൽ സി ആർ സർക്യൂട്ടിലും കറണ്ടിന്റെ ഇക്വേഷനിൽ I0 വന്നിട്ടുണ്ട്. ആ I0 ഈ സിറ്റുവേഷനുകളുമായിട്ട് നമ്മൾ മുമ്പേ പഠിച്ച 3 സിറ്റുവേഷനുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിലെ I0 എന്ന് പറയുന്നത് മറ്റ് ഇക്വേഷനുകളെ പോലെ തന്നെ V0/ റെസിസ്റ്ററിന്റെ കേസിൽ ഡിനോമിനേറ്ററിൽ R ആണ് വന്നത്, ഇൻഡക്ടറിന്റെ കേസിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് വന്നത്, കപ്പാസിറ്ററിന്റെ കേസിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ സീരീസ് എൽ സി ആർ സർക്യൂട്ടിലെ കേസിൽ I0 കണ്ടുപിടിക്കുന്ന ഇക്വേഷന്റെ RHSൽ ആ സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് വരുന്ന ആള്, അതായത് ഇംപിഡൻസ് ആണ് വരിക. ഇംപിഡൻസ് റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ ആറിന്റെ സ്ഥാനത്ത്, ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടിൽ XLന്റെ സ്ഥാനത്ത്, കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ XCയുടെ സ്ഥാനത്ത് വരുന്ന ആളാണ് സീരീസ് എൽ സി ആർ സർക്യൂട്ടിൽ. നമ്മൾ സെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore I0 = V0/√of Z is √R² plus omega L minus 1/omega C whole square, where omega is the angular frequency of applied AC. അപ്ലൈ ചെയ്ത AC യുടെ ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ എന്ന് പറയുന്നത്. അത് ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: ഒമേഗ = 2π × f, where f is the frequency of applied AC. നമ്മളെ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അപ്പോൾ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതിയുടെ ആംഗുലർ ഫ്രീക്വൻസി എത്രയാണെന്ന് അറിയാൻ ഈ ഇക്വേഷനിൽ എഫിന്റെ സ്ഥാനത്ത് 50 കൊടുത്താൽ മതി. സോ 100π ആണ് നമ്മൾ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതിയുടെ ആംഗുലർ ഫ്രീക്വൻസി. 2π × 50 which is equal to 100π റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമ്മൾ വീട്ടിൽ കിട്ടുന്ന വൈദ്യുതിയുടെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ അനുസരിച്ച് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട്, അതായത് സെഡിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ ക്വാണ്ടിറ്റി ഒമേഗയ്ക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. അപ്ലൈഡ് എ സിയുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നുണ്ട്. ഒമേഗയുടെ വാല്യൂ കൂട്ടുമ്പോൾ ഒമേഗ എൽ വർദ്ധിക്കും, 1/ωc കുറയും. ഒമേഗയുടെ വാല്യൂ കുറയ്ക്കുമ്പോൾ ഒമേഗ എൽ കുറയും, പക്ഷെ 1/ωc കൂടും. ഈ ഇക്വേഷൻ അനുസരിച്ച് ഒമേഗയുടെ വാല്യൂ വ്യത്യാസപ്പെടുമ്പോൾ ഒമേഗ എല്ലും വ്യത്യാസപ്പെടും, 1/ωcയും വ്യത്യാസപ്പെടും. സർക്യൂട്ടിലെ ഇംപിഡൻസ് √R² plus omega L minus 1/ωc whole squared കൂടുന്നതിനനുസരിച്ച് സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കറണ്ടിന്റെ വേവ് ഫോം കിട്ടിയതെങ്കിൽ അത് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യാം, മാക്സിമത്തിൽ നിന്നും അല്ല സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതുവരെ പരിചയമുള്ളത് കറണ്ട് ഒന്നുകിൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമത്തിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെയല്ല ഈ കേസിൽ ഉണ്ടാവുക. കാരണം ഇവിടെ ωt -5 ആണ് ഫേസ്. കറണ്ടിന്റെ ഇക്വേഷനിലെ ഫേസ് ωt -5 ആണ്. ωtയുടെ വാല്യൂ 0 ആകുന്ന ഇൻസ്റ്റന്റിൽ ഫൈ ഉണ്ട്. ഫൈ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതുകൊണ്ട് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഒന്നുകിൽ മുകളിലുള്ള ഒരു
പോസിറ്റീവ് വാല്യൂ എന്നാവാം കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ, അല്ലെങ്കിൽ താഴെയുള്ള ഒരു നെഗറ്റീവ് വാല്യൂ എന്നാവാം കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ. ഈ കറണ്ടിന്റെ ഗ്രാഫിന്റെ ഈ മാക്സിമം ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. ഈ മാക്സിമം ഹൈറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന എ സിയുടെ ഫ്രീക്വൻസി എഫ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് വ്യത്യാസപ്പെടാം എന്നാണ് I0 ഈക്വൽ ടു V0 ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർഡ് പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ഹോൾ സ്ക്വയർഡ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒമേഗയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഒമേഗ എൽ വിൽ ബി ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആയി മാറും. ആ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഒമേഗ എൽ ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി 0 വരും. അപ്പം ഈ ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർഡ് മാത്രമേ ബാക്കിയുണ്ടാവൂ. അതായത് ആ സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് I0 ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർഡ് മാത്രമായി വരും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ. റൂട്ട് ഓഫ് ആർ സ്ക്വയർഡ് ഈസ് ആർ, സോ ദിസ് ഇസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ ആർ വരും. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ത്രൂ ദിസ് LCR സർക്യൂട്ട് ഈസ് ഈക്വൽ ടു V0 ബൈ ആർ when this condition is satisfied. Omega L equal to 1 by omega c ആവുന്ന സമയത്ത് എന്താണ് ആ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ടിന്റെ പ്രത്യേകത എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഒമേഗയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ ഒമേഗ എൽ വർദ്ധിക്കും, പക്ഷേ 1 ബൈ ഒമേഗ സി കുറയും. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒമേഗയേക്കാൾ വലിയ ഒമേഗയാണ് നമ്മൾ അപ്ലൈഡ് എ സിക്ക് കൊടുക്കുന്നതെങ്കിൽ ഒമേഗ എൽ കൂടുകയും 1 ബൈ ഒമേഗ സി കുറയുകയും ചെയ്യും. അപ്പോൾ ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി വർദ്ധിക്കാൻ തുടങ്ങും. അത് 0 ആവില്ല എന്ന് മാത്രമല്ല, അത് കൂടാൻ തുടങ്ങും. അപ്പോൾ ഡിനോമിനേറ്റർ മൊത്തത്തിൽ കൂടുകയാണ് ചെയ്യുക. ഡിനോമിനേറ്റർ മൊത്തത്തിൽ കൂടുമ്പോൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയാണ് ചെയ്യുക. അതായത് ഇപ്പൊ കിട്ടിയ അത്രയും ഉണ്ടാവില്ല, ഒമേഗ എൽ കൂടുകയും 1 ബൈ ഒമേഗ സി കുറയുകയും ചെയ്യുമ്പോൾ. ഇനി ഒമേഗയുടെ വാല്യൂ കുറയുകയാണ് എന്ന് വിചാരിക്കാം. ഒമേഗയുടെ വാല്യൂ കുറയുമ്പോൾ ഒമേഗ എൽ കുറയും, പക്ഷേ 1 ബൈ ഒമേഗ സി കൂടും. ഡിനോമിനേറ്ററിലെ നമ്പർ കുറയുമ്പോൾ റേഷ്യോവിന്റെ വാല്യൂ കൂടും. അപ്പോഴും ഇവർ തമ്മിലുള്ള ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി എന്ന് പറയുന്ന ഡിഫറൻസ് വർദ്ധിക്കും. അത് ചിലപ്പോൾ നെഗറ്റീവ് ആകും. കാരണം 1 ബൈ ഒമേഗ സി ഒമേഗ എല്ലിനേക്കാൾ കൂടി കഴിഞ്ഞാൽ ചെറിയ നമ്പർ മൈനസ് വലിയ നമ്പർ വരും. അപ്പൊ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം നെഗറ്റീവ് വരും. പക്ഷെ അതിനെ സ്ക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് മാറും. അതായത് ഒമേഗ എൽ കുറയുമ്പോഴും ഡിനോമിനേറ്റർ മൊത്തത്തിൽ കൂടുകയാണ് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ടു, ഒമേഗ എൽ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒമേഗ കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുന്നു, അപ്പോൾ I0 കുറയുന്നു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു, ഒമേഗ കുറയുമ്പോൾ അപ്പോഴും ഡിനോമിനേറ്റർ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് I0 നേരത്തെ കിട്ടിയ ഈ വാല്യൂവിനേക്കാൾ കുറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെയർഫോർ I0 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് അതിന്റെ മാക്സിമം വാല്യൂ കൈവരിക്കുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്, ഒമേഗ എൽ ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആകുമ്പോഴാണ്. അപ്പൊ ആ സമയത്തുള്ള കറണ്ടിന്റെ കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ വന്നേക്കും. ഇതാണ് ഈ കർവിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. നമ്മൾ ഈ കർവിലെ ഈ ഗ്രാഫ് ആദ്യം വരച്ചപ്പോൾ ഇവിടെയായിരുന്നു 0, ഇപ്പൊ വരച്ചപ്പോൾ ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഈ കർവ് മൊത്തത്തിലൊന്ന് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത മാതിരി വരച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കർവ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ കുറയും, ഈ സ്പേസ് കുറയും. ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ, നമ്മൾ ഫ്രീക്വൻസി വളരെ കുറവായിട്ടുള്ള ഒരു കർവിനെ ഇങ്ങനെ പരത്തിയിട്ടാണ് വരയ്ക്കുക. ഫ്രീക്വൻസി വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ അടുപ്പിച്ചിട്ടാണ് വരയ്ക്കുക. അപ്പോൾ ഈ കർവ് വരയ്ക്കുമ്പോഴുള്ള ഫ്രീക്വൻസി അല്ല, ഒമേഗ അല്ല, ഈ കർവ് വരയ്ക്കുമ്പോൾ ഉള്ളത് എന്നതുകൊണ്ടാണ് ഇത് കുറച്ച് അടുപ്പിച്ച് വരച്ചത്, ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്തി വരച്ചത്. ഓക്കെ, എന്തായാലും അതിലേക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കറണ്ടിന്റെ ഗ്രാഫിന്റെ ഹൈറ്റ് കൂടി എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ആ ഹൈറ്റ് മാക്സിമം ആവുന്നത് I0 മാക്സിമം, ഈ വാല്യൂ I0 മാക്സിമം ആവുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ വർഷം മെക്കാനിക്സിൽ വസ്തുക്കളുടെ ഓസിലേഷനുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ് റെസണൻസ്. എന്താണ് റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തുവിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഓസിലേഷനുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മളാണ് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ
നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണോ വസ്തുവിനെ ഓസിലേറ്റ് ചെയ്യുന്നത് ആ ഫ്രീക്വൻസിയാണ് വസ്തുവിന് ഉണ്ടാവുക. എന്നാൽ ഒരു വസ്തുവിനെ സ്വതന്ത്രനായി ഓസിലേറ്റ് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അയാൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. അതിനെയാണ് ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിന് എപ്പോഴും താല്പര്യം അയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനിൽ ഓസിലേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാനാണ്. നമ്മളൊരു വസ്തുവിന് കൊടുക്കുന്ന പുറമെ നിന്ന് കൊടുക്കുന്ന ഫ്രീക്വൻസി ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമാണെങ്കിൽ അയാൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പെൻഡുലം നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അതിനൊരു സ്വാഭാവികമായ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി നമ്മൾ പുറത്തുനിന്ന് ആ വസ്തുവിന് പെൻഡുലത്തിന് കൊടുക്കുകയാണെങ്കിൽ പെൻഡുലം മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അയാൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഫ്രീക്വൻസി അയാൾക്ക് കിട്ടിയപ്പോൾ അയാൾ മാക്സിമം ഓസിലേഷൻ കാണിക്കുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് റെസണൻസ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ പീരിയോഡിക് മോഷൻ നടത്തുന്ന ഏത് വസ്തുവിനെ ഒബ്സർവ് ചെയ്താലും കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളൊരു ടേബിൾ ഫാൻ കറങ്ങുകയാണെങ്കിൽ അത് ഓണാക്കി കഴിയുമ്പം കറങ്ങുന്നത് നമ്മൾ അറിയൊന്നുമില്ല, വളരെ നിശബ്ദമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. പക്ഷെ ഒരു പർട്ടിക്കുലർ വേഗത എത്തിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗ്രിൽസൊക്കെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് വല്ലാതെ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം അത് കറങ്ങുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയിലാണ്, ആ മൊത്തം ടേബിൾ ഫാനിൻ്റെ ബോഡിയുടെ. അതുകൊണ്ട് ടേബിൾ ഫാനിൻ്റെ ബോഡി അയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസി ഇപ്പം കിട്ടിയപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അവിടുത്തെ റെസണൻസ് ആണ്. അതേപോലുള്ളൊരു പ്രതിഭാസം ആണ് ഇവിടെയും സംഭവിച്ചത് എന്ന് ഒരു കമ്പാരിസൺ നടത്തി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഈ AC സർക്യൂട്ടിലൂടെ എത്ര വ്യത്യസ്ത ഫ്രീക്വൻസിയുള്ള, എത്ര വ്യത്യസ്ത ഒമേഗയുള്ള AC കൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ സോഴ്സിന്റെ ഫ്രീക്വൻസി ഈ സോഴ്സിന് വരും വേറെ സോഴ്സ് വെച്ചാൽ വേറെ ഫ്രീക്വൻസിയിലാണ് AC ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുക. ഏത് ഫ്രീക്വൻസിയിലുള്ള AC വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സോഴ്സിന്റെ സ്ഥാനത്ത് കൊടുക്കാം. അപ്പോഴൊക്കെ സർക്യൂട്ടിലൂടെ കറണ്ട് ഉണ്ടാവും. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന കറണ്ടുകൾക്ക് വ്യത്യസ്ത ആംപ്ലിറ്റ്യൂഡുകളാണ് ഉണ്ടാവുക. ഈ ഹൈറ്റ് I0 എന്ന് പറയുന്നത് ഓരോ സമയത്തും വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് ω1 ഫ്രീക്വൻസി ഉള്ള AC ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് I01 ആണ് വിചാരിക്കുക. പിന്നീട് നിങ്ങൾ ω1 മാറ്റിയിട്ട് ω2 ഫ്രീക്വൻസിയുള്ള AC ആണ് കൊടുക്കുന്ന വിചാരിക്കുക. അപ്പൊ വേറൊരു ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കറണ്ടിന് ഉണ്ടാവുക. അത് ചിലപ്പോൾ ആദ്യം ഉണ്ടായതിനേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ കുറവാകാം. ഇവിടെ ഞാൻ കൂടുതലായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് I02 ആണ് വിചാരിക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന AC ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടേ ഇരുന്നാൽ ഒഴുകുന്ന കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒമേഗയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് അതിന്റെ ഏറ്റവും വലിയ ഹൈറ്റ് കൈവരിക്കും. ഈ ഏറ്റവും വലിയ ഹൈറ്റിനെയാണ് നമ്മൾ I0 മാക്സ് എന്ന് വിളിക്കുന്നത്. ആ I0 മാക്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു V0/R എന്ന് പറയുന്നത്. തിരിച്ചു പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള LCR സർക്യൂട്ടിലൂടെയുള്ള AC ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്തിച്ചേരും ω1 = 1/ωc ആകുമ്പോഴാണ്. ആൻഡ് ദെയർഫോർ ഈ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ആൻഡ് ദെയർഫോർ ഇതിൽ നിന്നും ഒമേഗ ഇപ്പുറത്തേക്ക് എടുക്കുക, L അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ω² = 1/LC വരും, ഓർ ω = 1/√LC വരും. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത AC ആംഗുലർ ഫ്രീക്വൻസി 1/√LCക്ക് ഈക്വൽ ആണെങ്കിൽ എല്ലും സിയും ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പണന്റുകളുടെ എലിമെന്റുകളുടെ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും വീതമാണ്. അവ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഒമേഗയാണ് കിട്ടുക, ആ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസിയുള്ള AC ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഒഴുകുന്ന കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണെങ്കിൽ നമ്മൾ ആ സർക്യൂട്ട് മെക്കാനിക്സിലെ റെസണൻസുമായി താരതമ്യം ചെയ്തിട്ട് റെസണൻസിലാണ് LCR സർക്യൂട്ട് എന്ന് പറയും. അപ്പൊ LCR സർക്യൂട്ട് റെസണൻസിലാകുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. അതായത് അപ്ലൈഡ് AC ആംഗുലർ ഫ്രീക്വൻസി ω = 1/√LC ആണെങ്കിൽ LCR സർക്യൂട്ട് റെസണൻസിലായിരിക്കും. ഇനി നമുക്ക് ω = 2πf ആണെന്ന് അറിയാം. അതുകൊണ്ട് f = ω/2π ആണ്. റെസണൻസ് ഫ്രീക്വൻസി FR = നമുക്ക് ഈ ഒമേഗയെ റെസണൻസ് ആംഗുലർ ഫ്രീക്വൻസി എന്നുള്ള അർത്ഥത്തിൽ ω/R എന്ന് കൊടുക്കാം. അതുകൊണ്ട് റെസണൻസ് ഫ്രീക്വൻസി FR = ω/R/2π വരും. ω/R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/√LC. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2π√LC. So if the applied frequency of AC is equal to 1/2π√LC, then the circuit will have
maximum current through it, and we say that the circuit, series LCR circuit, is in resonance. മാത്രവുമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ റെസൊണൻസ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. ഒമേഗ എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. 1/ωc എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പം റെസൊണൻസ് സംഭവിക്കുന്ന സമയത്ത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. മുമ്പ് റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിൽ എ സി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതായത് കറണ്ടിന്റെ ഇക്വേഷൻ, വോൾട്ടേജിന്റെ ഇക്വേഷൻ V = V0 sin ωt ആണെങ്കിൽ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിൽ കറണ്ടിന്റെ ഇക്വേഷൻ I = I0 sin ωt ആണ് വരിക എന്ന് പ്രൂവ് ചെയ്തിരുന്നു. ഇത് സീരീസ് LCR സർക്യൂട്ടാണ്. സീരീസ് LCR സർക്യൂട്ടിൽ റെസൊണൻസ് സംഭവിക്കുന്ന സമയത്ത്, അതായത് XL = XC ആവുന്ന സമയത്ത് ഇംപിഡൻസ് Z √R² പ്ലസ് ωL മൈനസ് 1/ωc² ആണ്. ഈ റെസൊണൻസ് സംഭവിക്കുന്ന സമയത്ത് XL = XC ആണ്, XL ωL ആണ്, XC 1/ωc ആണ്. അതുകൊണ്ട് XL = XC ആവുമ്പോൾ, അതായത് റെസൊണൻസ് സംഭവിക്കുമ്പോൾ ഈ ടേം 0 വരും. അതുകൊണ്ട് Z √R² വരും, വിച്ച് ഇസ് ഈക്വൽ ടു R തന്നെ കിട്ടും. അതായത് റെസൊണൻസ് സംഭവിക്കുന്ന ഒരു സീരീസ് LCR സർക്യൂട്ടിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഫിസിക്കലി അവിടെ ഉണ്ടെങ്കിൽ പോലും റെസിസ്റ്റർ മാത്രമുള്ള പോലെയാണ് ആ സർക്യൂട്ട് പെരുമാറുന്നത്. എന്ന് വെച്ചാൽ റെസൊണൻസ് സംഭവിക്കുമ്പോൾ സീരീസ് LCR സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ മാത്രം ഉള്ള പോലെയാണ് പെരുമാറുന്നതെങ്കിൽ ആ സമയത്ത് അതിലൂടെയുള്ള കറണ്ടിന്റെ ഇക്വേഷനും വോൾട്ടേജിന്റെ ഇക്വേഷനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഫേസ് ഡിഫറൻസ് ആയ φ 0 കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുമോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഫേസ് ഡിഫറൻസ് φ = tan ഇൻവേഴ്സ് ωL മൈനസ് 1/ωc / R ആണ്. റെസൊണൻസിൽ ωL = 1/ωc ആണ്. അതുകൊണ്ട് ωL മൈനസ് 1/ωc വാല്യൂ 0 വരും. സോ ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റിനകത്തുള്ള ന്യൂമറേറ്ററിൽ 0 വരും. ഈ 0/R എന്ന് വെച്ചാൽ 0 ആണ്. ടാൻ ഇൻവേഴ്സ് 0 ആണ് φ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് റെസൊണൻസ് സംഭവിക്കുമ്പോൾ φ വാല്യൂ, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 0 ആണ് വരിക. അതായത് ആ കേസിൽ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I = I0 sin ωt തന്നെയാണ് കിട്ടുക. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഓക്കെ, ഒരു സീരീസ് LCR സർക്യൂട്ട് റെസൊണൻസിലായിരിക്കുന്ന സമയത്ത് അതിലൂടെയുള്ള കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I0 = V0/Z. സെഡിന് പകരം നമുക്ക് √R² പ്ലസ് ωL മൈനസ് 1/ωc എന്ന് ωc² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റെസൊണൻസ് സംഭവിക്കുന്ന സമയത്ത് ωL = 1/ωc ആണ്. അതുകൊണ്ട് I0 വാല്യൂ I0 = V0/R² പ്ലസ് ωL മൈനസ് 1/ωc, അത് 0 വരും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. അതുകൊണ്ട് റെസൊണൻസിൽ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I0 = V0/R മാത്രമേ ബാക്കിയുണ്ട്. √R² വരെ √R² ക്യാപിറ്റൽ. സർക്യൂട്ടിലെ ഇംപിഡൻസ് മിനിമം ആണ് റെസൊണൻസ് സംഭവിക്കുമ്പോൾ എന്നർത്ഥം. ഒമേഗയുടെ വാല്യൂ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് സർക്യൂട്ടിലെ ഇംപിഡൻസ് അതിന്റെ മിനിമം വാല്യൂ ആയ ആറിലേക്ക് എത്തുന്നത്. ഒമേഗയുടെ വാല്യൂ കൂടിയാൽ ωL മൈനസ് 1/ωc കൂടും. അപ്പം ഇംപിഡൻസിന്റെ വാല്യൂ ആറിനേക്കാൾ കൂടും. ഒമേഗയുടെ വാല്യൂ കുറഞ്ഞാലും ഈ ഡിനോമിനേറ്റർ കൂടുകയാണ് ചെയ്യുക. അപ്പോഴും സർക്യൂട്ടിലെ ഇംപിഡൻസിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ റെസൊണൻസ് സംഭവിക്കുമ്പോഴുള്ള സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ആണ് ആ ഇംപിഡൻസുകളിലെ മിനിമം വാല്യൂ. ദാറ്റ് മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഇൻ ദിസ് LCR സർക്യൂട്ട്. ഏതൊരു LCR സർക്യൂട്ടിലെയും ഇംപിഡൻസിന്റെ മിനിമം വാല്യൂ ആ LCR സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് ഈക്വൽ ആണ്. അത് ഈക്വൽ ആവുന്നത് സർക്യൂട്ട് റെസൊണൻസിലാകുമ്പോഴാണ്. നമ്മളിനി ഒരു സീരീസ് LCR സർക്യൂട്ടിൽ ഒരേ സമയത്ത് ഒന്നിലധികം സോഴ്സുകൾ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു സോഴ്സ് ω1 ആംഗുലർ ഫ്രീക്വൻസി ഉള്ളതാണ്,
മറ്റൊരു സോഴ്സ് ω2 ആംഗുലർ ഫ്രീക്വൻസി ഉള്ളതാണ്. ഇനി ഒരെണ്ണം ω3 ആംഗുലർ ഫ്രീക്വൻസി ഉള്ളതാണ്. വേറൊരെണ്ണം ωr ആംഗുലർ ഫ്രീക്വൻസി ഉള്ളതാണ്. വേർ ωr is equal to 1/√LC which is a resonance frequency of this LCR circuit. ഓരോ സോഴ്സ് കാരണവും വ്യത്യസ്ത ഓൾട്ടർനേറ്റിംഗ് കറണ്ടുകൾ ഈ സർക്യൂട്ടിലൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്ത കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I0 = V0/Z എന്ന് പറയുന്നത്. ഈ കൂട്ടത്തില് 4 പേര് 4 വ്യത്യസ്ത ഒമേഗകളിൽ ഒരു പർട്ടിക്കുലർ സോഴ്സിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഈ സർക്യൂട്ടിന്റെ റെസണൻസ് ആംഗുലർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ് ഇതിന്റെ. അങ്ങനെയാണെങ്കിൽ ആ സോഴ്സ് ഈ AC വോൾട്ടേജ് കാരണം ഉണ്ടാകുന്ന കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് ഗിവൺ ബൈ I0 max = V0/Z ന്റെ മിനിമം വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു V0/Z ന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ബാക്കിയുള്ള സോഴ്സുകൾ കാരണമുള്ള കറണ്ടുകളുടെയൊക്കെ ആംപ്ലിറ്റ്യൂഡ് I0 മാക്സിനേക്കാൾ കുറവായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്തരം കേസുകളിലൊന്നും Z മിനിമം അല്ല, Z ഈ 6 എന്ന് പറയുന്ന മിനിമം വാല്യൂവിനേക്കാൾ വലിയൊരു വാല്യൂ ആണ് ഉണ്ടാവുക. നമ്മൾ ഈ കറണ്ടുകളുടെയൊക്കെ ഗ്രാഫുകൾ വരച്ചു കഴിഞ്ഞാൽ ω1 കാരണമുള്ള കർവിന് ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. ω2 രണ്ടാമത്തെ സോഴ്സ് കാരണം ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല, ഹൈറ്റ് കുറച്ചും കൂടെ കുറവായിരിക്കും. മൂന്നാമത്തെ സോഴ്സ് കാരണവും ഹൈറ്റ് കുറവായിരിക്കും. പക്ഷെ നാലാമത്തെ സോഴ്സ് കാരണമുള്ള കറണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിപ്പം ഉണ്ടാവുക. ഈ ഹൈറ്റിനെയാണ് ഈ ആക്സിസിൽ നമ്മൾ y ആക്സിസിൽ നമ്മൾ കറണ്ടിന്റെ I0 അടയാളപ്പെടുത്തുന്നെങ്കിൽ ഈ വാല്യൂ ആണ് I0 മാക്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കർവുകൾക്കൊന്നും ആ മാക്സിമം വാല്യൂ ഇത്രയില്ല എന്നർത്ഥം. നമ്മൾ ഈ സിറ്റുവേഷനെ മറ്റൊരു സാഹചര്യവുമായി താരതമ്യപ്പെടുത്തുക. ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ ഈ LCR സർക്യൂട്ടിന് 4 വ്യത്യസ്ത AC സോഴ്സുകൾ എന്ന് പറയുന്ന ഗിഫ്റ്റുകൾ. ഈ 4 AC സോഴ്സുകൾ കൊടുക്കുമ്പോൾ, വോൾട്ടേജുകൾ കൊടുക്കുമ്പോൾ അതിനോട് ഈ LCR സർക്യൂട്ട് പ്രതികരിക്കുന്നത് ആ സോഴ്സുകൾ കാരണമുള്ള വ്യത്യസ്ത കറണ്ടുകൾ ഒഴുക്കിക്കൊണ്ടാണ്. അത്തരം കറണ്ടുകളിൽ ഏറ്റവും കുറഞ്ഞ ഇംപിഡൻസ് ഈ സർക്യൂട്ട് ഓഫർ ചെയ്യുന്നത് കൊടുത്തിരിക്കുന്ന AC സോഴ്സുകളിൽ ആർക്കാണോ ഈ സർക്യൂട്ടിന്റെ റെസണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ഉള്ളത്, അയാൾക്ക് മിനിമം ഇംപിഡൻസ് ഓഫർ ചെയ്യുകയും അയാൾ കാരണമുള്ള കറണ്ടിനെ അതുവഴി മാക്സിമം ആക്കി മാറ്റുകയും ബാക്കി സോഴ്സുകൾ കാരണമുള്ള കറണ്ടുകൾക്ക് കൂടുതൽ ഇംപിഡൻസ് ഓഫർ ചെയ്യുകയും അതുവഴി അവർ കാരണമുള്ള കറണ്ടുകളുടെ വാല്യൂസ് മിനിമം ആക്കി വെക്കുകയുമാണ് ഈ സർക്യൂട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് പെരുമാറുന്നത് കൊടുത്ത 4 AC സോഴ്സുകളിൽ ഒരെണ്ണത്തിനെ മാത്രം സ്വീകരിക്കുന്നവയും ബാക്കിയുള്ളവരോട് ഓൾമോസ്റ്റ് നോ പറയുകയും ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് LCR സർക്യൂട്ടിനെ, സീരീസ് LCR സർക്യൂട്ടിനെ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ് ആക്സെപ്റ്റ്സ് ഓൺലി ദാറ്റ് AC സോഴ്സ് whose frequency is equal to its present resonance frequency. ഒരു സീരീസ് LCR സർക്യൂട്ട് ആക്സെപ്റ്റർ സർക്യൂട്ടായിട്ട് പെരുമാറുന്നു, കൊടുത്ത ഡിഫറെന്റ് ഫ്രീക്വൻസികളിൽ ഒന്നിനെ മാത്രം സ്വീകരിക്കുന്ന പോലെ പെരുമാറുന്നു എന്നുള്ള കാര്യം റേഡിയോ ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റേഡിയോയുടെ ട്യൂണർ സർക്യൂട്ട് ഒരു സീരീസ് LCR സർക്യൂട്ടാണ്. അപ്പം നമ്മൾ റേഡിയോയുടെ ട്യൂണർ സർക്യൂട്ട് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ അതിലൊരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. 3 പേരും സീരീസിലാണ്. ഇവരുടെ ഭാഗമായിട്ട്, ഈ സർക്യൂട്ടിന്റെ ഭാഗമായിട്ട് ഒരു റിസീവിംഗ് ആന്റിന കൂടി ഉണ്ട് റേഡിയോയിൽ. ഈ റിസീവിംഗ് ആന്റിനയിലേക്ക് വ്യത്യസ്ത റേഡിയോ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ, വൈദ്യുതകാന്തിക തരംഗങ്ങൾ വന്ന് പതിക്കുന്നു. ഒരു സ്റ്റേഷനിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്ന വേവ് ആണെന്ന് വിചാരിക്കുക. മറ്റൊരു സ്റ്റേഷനിലുള്ള പ്രോഗ്രാമുകൾ കുറേം കൂടെ ഫ്രീക്വൻസി കുറഞ്ഞൊരു വേവ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. വേറൊരു സ്റ്റേഷനിൽ മറ്റൊരു വ്യത്യസ്ത ഫ്രീക്വൻസിയിലാണ് വേവ് വരുന്നത്. ഇത് സ്റ്റേഷൻ നമ്പർ 1 നിന്നുള്ളത്, ഇത് സ്റ്റേഷൻ നമ്പർ 2 നിന്നുള്ളത്, ഇത് സ്റ്റേഷൻ നമ്പർ 3 നിന്നുള്ളത്. 4-മതൊരു സ്റ്റേഷൻ കൂടി ഉണ്ട്. അവിടെ കുറേം കൂടെ ഫ്രീക്വൻസി കുറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക.
ഒരേ സമയത്ത് 4 വ്യത്യസ്ത റേഡിയോ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള വ്യത്യസ്ത ഫ്രീക്വൻസികളുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെയാണ് ഈ റേഡിയോയുടെ ആന്റിന പിടിച്ചെടുത്തിരിക്കുന്നത്. റേഡിയോയുടെ ആന്റിനയുടെ പ്രത്യേകത അതിൽ വന്ന് പതിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയുള്ള AC കറണ്ടുകളെ ഉണ്ടാക്കും. എന്നുവെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടുകളെ ഉണ്ടാക്കും. ഒന്നാമത്തെ സ്റ്റേഷനുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പിടിച്ചെടുക്കുമ്പോൾ ഈ സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന്റെ ഫ്രീക്വൻസി ഇതേ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ അതേ ഫ്രീക്വൻസിയാണ്. അതേപോലെ ഓരോ സ്റ്റേഷനിൽ നിന്നും ആ സ്റ്റേഷനിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾക്ക് തുല്യമായ ഫ്രീക്വൻസിയുള്ള കറണ്ടുകൾ ഈ സർക്യൂട്ടിലൂടെ ഉണ്ടാവും. അങ്ങനെ ഈ LCR സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടുകളെ നമ്മൾ റേഡിയോയ്ക്കകത്ത് വെച്ച് ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ ഒരു സ്പീക്കറിലേക്ക് പറഞ്ഞേക്കും. ഈ സ്പീക്കറിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദമാണ് നമ്മൾ പ്രോഗ്രാമുകളായിട്ട് കേൾക്കുന്നത്. അപ്പം വ്യത്യസ്തമായ ഫ്രീക്വൻസിയുള്ള 4 സ്റ്റേഷനുകളിൽ നിന്നുള്ള പ്രോഗ്രാംസ് ഈ റേഡിയോ ഇപ്പം റേഡിയോയിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ മാത്രമേ ഒരു സമയത്ത് കേൾക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിൽ ഒരു L വാല്യൂ ഉണ്ട്, ഒരു C വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ സർക്യൂട്ടിന് ഇപ്പം ഒരു റെസൊണൻസ് ഫ്രീക്വൻസി ഉണ്ട്. ആ റെസൊണൻസ് ഫ്രീക്വൻസി FR ആണെങ്കിൽ FR = 1/2π√LC, അല്ലെങ്കിൽ റെസൊണൻസ് ആംഗുലർ ഫ്രീക്വൻസി ω ആണെങ്കിൽ ω = 1/√LC. നമ്മൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ നമ്പർ 1ന്റെ ഫ്രീക്വൻസിയാണ് ഇപ്പം ഈ ω ഈക്വൽ ആയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ FRന് ഈക്വൽ ആയിരിക്കുന്നത് നിങ്ങൾ ഈ സർക്യൂട്ടിലെ Lഉം Cയും വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ഉദാഹരണത്തിന് 108 MHz ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ 1 എന്ന് പേര് കൊടുത്തിരിക്കുന്ന റേഡിയോ സ്റ്റേഷനിൽ വരുന്ന പ്രോഗ്രാമുകളുടെ ഫ്രീക്വൻസി 108 MHz ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വേവ് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടുകളുടെ ഫ്രീക്വൻസി 108 MHz ആണ്. അത് ഈ സർക്യൂട്ടിന്റെ ഇപ്പോഴത്തെ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ആണ്. അതുകൊണ്ട് ആ കറണ്ട് ഒന്നാമത്തെ റേഡിയോ സ്റ്റേഷനിൽ വരുന്ന കറണ്ടിനായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. ബാക്കി സ്റ്റേഷനുകളിൽ വരുന്ന കറണ്ടുകളും ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷെ അവയുടെ ഒന്നും ഫ്രീക്വൻസി ഈ LCR സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ അല്ലാത്തത് കൊണ്ട് അവയ്ക്കൊക്കെ കൂടുതൽ ഇമ്പിഡൻസ് അനുഭവപ്പെടുകയും അവയുടെ വാല്യൂ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്പീക്കറിലൂടെ യഥാർത്ഥത്തിൽ 4 സ്റ്റേഷനിൽ നിന്നുള്ള പ്രോഗ്രാമുകളും കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ ബാക്കി 3 എണ്ണവും നെഗ്ലിജിബിളി സ്മോൾ സൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്നുള്ള പ്രോഗ്രാമുകൾ മാത്രം കേൾക്കുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാ മറ്റൊരു സ്റ്റേഷൻ ട്യൂൺ ചെയ്യുക? റേഡിയോ വ്യത്യസ്ത സ്റ്റേഷനുകളിൽ നിന്നും ഒരു പർട്ടിക്കുലർ സ്റ്റേഷനെ മാത്രം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്യൂണിംഗ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് മറ്റൊരു സ്റ്റേഷനെ ട്യൂൺ ചെയ്യുക? നമ്മൾ ഒരു നോബ്, റേഡിയോയുടെ പുറത്തുള്ള ഒരു നോബ്, ഒരു ചക്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ആ ചക്രം ഈ ട്യൂണർ സർക്യൂട്ട് LCR സർക്യൂട്ടിലെ കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ പ്ലേറ്റ് ഫിക്സ്ഡ് ആണ്, അതിന്റെ സ്ഥാനമാറ്റമില്ല. എന്നാൽ ഒരു പ്ലേറ്റ് ഈ തിരിക്കുന്ന റേഡിയോയുടെ മുകളിൽ തിരിക്കാനുള്ള ഒരു ചക്രം ഉണ്ടാവും സ്റ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. അതുമായിട്ട് കണക്റ്റഡ് ആണ് രണ്ടാമത്തെ പ്ലേറ്റ്. അപ്പം നമ്മൾ ഒരു ദിശയിൽ ട്യൂണർ തിരിക്കുമ്പോൾ ഈ പ്ലേറ്റ് മറ്റേ പ്ലേറ്റിന്റെ അടുത്തേക്ക് അടുക്കും. അപ്പം കപ്പാസിറ്ററുകളുടെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആയി D കുറയും. നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. C = ε0 A/D ആണ്. വേർ D is the separation between the plates. അപ്പോൾ പ്ലേറ്റുകൾക്കിടയിലുള്ള ദൂരം കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ നോബ് തിരിച്ചു കഴിഞ്ഞാൽ C വാല്യൂ കൂടും. C വാല്യൂ കൂടുമ്പോൾ സർക്യൂട്ടിന്റെ C വാല്യൂ C' ആയി മാറി വിചാരിക്കാം. അപ്പൊ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി 1/2π√LC' ആയി മാറി, FR' ആയി മാറി. ഈ ഇക്വേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ωR' ആയി മാറി എന്നർത്ഥം. അതായത് ഇപ്പം ഈ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി 108 MHz അല്ല, നേരത്തെ ആയിരുന്നു. കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമ്മൾ ട്യൂൺ ചെയ്യുന്ന നോബ് തിരിച്ചപ്പോൾ മാറിപ്പോയി. അതുകൊണ്ട് ഈ പറയുന്ന ഫ്രീക്വൻസി 108 നിന്നും വ്യത്യാസപ്പെട്ടു റെസൊണൻസ് ഫ്രീക്വൻസി. ഇപ്പൊ അത് 50 MHz ആയി മാറി എന്ന് വിചാരിക്കാം. 50 MHz ആയി മാറി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 4 സ്റ്റേഷനുകളിൽ നിന്നും ഏത് റേഡിയോ സ്റ്റേഷനുള്ള ഫ്രീക്വൻസി ആണോ 50 MHz ഈക്വൽ ആയിരിക്കുന്നത്, അയാൾക്കായിരിക്കും ഇനി ഈ സർക്യൂട്ട് മിനിമം ഇമ്പിഡൻസ് കൊടുക്കുക. അതായത് അയാൾ കാരണമുള്ള കറണ്ട് മാക്സിമം ആവും, ബാക്കിയുള്ള കറണ്ടുകളൊക്കെ മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളതായി മാറുകയും ചെയ്യും. എന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റേഷനിൽ വരുന്ന ഫ്രീക്വൻസിയാണ് 50 MHz. അയാൾ കാരണമുള്ള ഈ കറണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളതായി മാറുകയും ബാക്കിയുള്ളവയ്ക്കൊക്കെ നേരത്തെ മാക്സിമം ഉണ്ടായിരുന്ന ആൾക്ക് ഇനി മാക്സിമം വാല്യൂ ഉണ്ടാവില്ല,
അയാളുടെ വാല്യൂ കുറഞ്ഞു പോകും. മാക്സിമം ഉണ്ടായിരുന്ന ആളുടെ വാല്യൂ, നേരത്തെ മാക്സിമം ഉണ്ടായിരുന്ന ആളുടെ വാല്യൂ കുറഞ്ഞു പോകും. നേരത്തെ വലിയ വാല്യൂ ഒന്നും ഉണ്ടാവാതിരുന്ന രണ്ടാമത്തെ വേവ് ഇപ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള വേവായി മാറി. ബാക്കിയുള്ളവരുടെയൊക്കെ വാല്യൂ കുറഞ്ഞു. ഇപ്പോൾ റേഡിയോ ഏത് സ്റ്റേഷനാണ് നമുക്ക് കേൾപ്പിച്ചു തരുന്നത്? 2 എന്നെഴുതിയ സ്റ്റേഷനാണ് കേൾപ്പിച്ചു തരുന്നത്. അപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് LCR സർക്യൂട്ടിനെ പര്യാപ്തനാക്കുന്നത് അയാൾ വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ നിന്നും ഒരെണ്ണത്തിന് മാത്രം മിനിമം ഇമ്പിഡൻസ് കൊടുത്ത് അയാൾ കാരണമുള്ള കറണ്ട് മാക്സിമം ആക്കി മാറ്റുന്നു എന്ന് പറയുന്ന, ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന, അയാളെ മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, നമ്മളിനി ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി എന്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക എന്ന് പഠിക്കാൻ പോവുകയാണ്. സീരീസ് LCR സർക്യൂട്ട് ആക്സെപ്റ്റർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ള അറിവാണ് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു സീരീസ് LCR സർക്യൂട്ട് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയുള്ള സോഴ്സ് കാരണമുള്ള കറണ്ടിന് മിനിമം ഇമ്പിഡൻസ് കൊടുക്കുകയും, എന്നുവെച്ചാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് മാക്സിമം ആക്കുകയും, ബാക്കി സോഴ്സുകളൊക്കെ കാരണമുള്ള കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡ് വലിയ ഇമ്പിഡൻസ് കൊടുത്ത് ചെറുതാക്കി വെക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു ടാബുലർ കോളത്തിൽ ആദ്യത്തെ കോളത്തിൽ ഒമേഗയുടെ വാല്യൂകളും രണ്ടാമത്തെ കോളത്തിൽ ആ ഒമേഗ വാല്യൂസ് ഓരോന്നുമുള്ള AC സോഴ്സുകൾ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡുകളും അടയാളപ്പെടുത്താൻ വിചാരിക്കാം. ഒമേഗയുടെ വാല്യൂ ω1 ആകുമ്പോൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ I01. രണ്ടാമത് വേറൊരു ഫ്രീക്വൻസി ഉള്ള ഒരു സോഴ്സ് കണക്ട് ചെയ്തപ്പോൾ ആ സോഴ്സ് കാരണമുള്ള കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് I02 അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ω6 ആംഗുലർ ഫ്രീക്വൻസി ഉള്ള, എന്നുവെച്ചാൽ സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായ ആംഗുലർ ഫ്രീക്വൻസി ഉള്ള AC നമ്മൾ ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരമുള്ള കറണ്ട് അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളതായിരിക്കും. അതിനെ നമ്മൾ I0 മാക്സ് എന്ന് വിളിക്കാം. ഈ ω1, ω2, ω3 ഒക്കെ ω6 കുറവുള്ള വാല്യൂസ് ആണ്. നമ്മൾ കുറഞ്ഞ ആംഗുലർ ഫ്രീക്വൻസിയിലും കൂട്ടി കൊണ്ടുവരാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായത് അപ്ലൈ ചെയ്തു, കറണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ളതായി. അതുവരെയുള്ള കറണ്ടുകളുടെ ഒന്നും ഹൈറ്റ് ഈ മാക്സിമം ഹൈറ്റിന്റെ അത്ര ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഒമേഗയുടെ വാല്യൂ ω6 കൂട്ടുകയാണ് എന്ന് വിചാരിക്കാം. ഒമേഗയുടെ വാല്യൂ ω6 കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂസ് നമ്മൾ ω1 ω2 ω3 എന്നൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത് വിചാരിക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡ് I01 I02 എന്നൊക്കെയാണെങ്കിൽ ഈ കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡും I0 മാക്സിനേക്കാൾ കുറവായിരിക്കും. കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും ഉണ്ടാവുക റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായ ഫ്രീക്വൻസിയുള്ള AC സോഴ്സ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ കോളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒമേഗകളുടെ വാല്യൂ മാറുന്നതനുസരിച്ച് കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡുകളുടെ വാല്യൂസ് മാറുന്നുണ്ട്. നമ്മൾ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ എന്താണ് കറണ്ടുകളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം ഹൈറ്റിനെയാണ്, ഈ കാണിച്ചിരിക്കുന്ന മാക്സിമം ഹൈറ്റിനെയാണ് I0 എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത ഫ്രീക്വൻസികൾ അപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യസ്ത ഹൈറ്റുകളുള്ള, വ്യത്യസ്ത ഐസോറുകളുള്ള കറണ്ടുകളാണ് ഈ സർക്യൂട്ട് കൂടെ ഒഴുകുന്നത് എന്നർത്ഥം. ω6 അപ്ലൈ ചെയ്യുമ്പോൾ ഈ കറണ്ടിന്റെ ഹൈറ്റ് മാക്സിമം വരും, I0യുടെ മാക്സിമം വാല്യൂ വരും. ഓക്കെ, അപ്പം ഒമേഗ മാറുമ്പോൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന മാറ്റം ഈ ടാബുലർ കോളം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ മാറ്റം കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ഇവർ തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. X ആക്സിസിൽ ഒമേഗ വാല്യൂസും Y ആക്സിസിൽ I0 വാല്യൂസും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക. X ആക്സിസിൽ ഒമേഗ വാല്യൂസും Y ആക്സിസിൽ I0 വാല്യൂസ് ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഈ രണ്ട് ആക്സിസുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ω6 ആണെന്ന് വിചാരിക്കാം. X ആക്സിസിൽ നമ്മൾ ഒമേഗയുടെ വാല്യൂ ആണ് അടയാളപ്പെടുത്തുന്നത്. ω6 ഇവിടെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായ വാല്യൂ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് Y ആക്സിസ് X ആക്സിസുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പം I0യുടെ വാല്യൂസ് I01, I02, I03 അതൊക്കെയാണ് നമ്മൾ ഈ Y ആക്സിസിൽ അടയാളപ്പെടുത്തുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് I0 മാക്സ് എന്ന് പറയുന്നത്. ആ I0 മാക്സ് ഇവിടെയാണ് വിചാരിക്കുക. I0കളിൽ ഏറ്റവും വലുതായ I0 മാക്സ് ഈ പോയിന്റിലാണെന്ന് വിചാരിക്കാം.
ഏത് സമയത്താണ് കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഐസൂറോ മാക്സിന് ഈക്വൽ ആവുന്നത്? അപ്ലൈ ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഓഫ് എ സി ഒമേഗ ആറിന് ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ ഒമേഗ ആർ ആകുമ്പോൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഐസൂറോ മാക്സ് ആണ്. ഒമേഗയുടെ വാല്യൂ ഒമേഗ ആർ ആകുമ്പോൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഐസൂറോ മാക്സ് ആണ്. അപ്പോൾ ഗ്രാഫില് ഈ എക്സ് വാല്യൂം ഈ വൈ വാല്യൂം കൂടെ അടയാളപ്പെടുത്തുക ഗ്രാഫിലെ ഈ പോയിന്റിലാണ്. ഇനി ഒമേഗയുടെ വാല്യൂ ഒമേഗ ആറിനേക്കാൾ കുറവാണെങ്കിൽ എന്ന് വെച്ചാൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒമേഗയുടെ വാല്യൂ ഇങ്ങോട്ട് കുറയുകയാണ്, ഒമേഗയുടെ വാല്യൂ ഇങ്ങോട്ട് പോകുമ്പോൾ ഒമേഗ ആറിനേക്കാൾ കൂടുകയാണ്. ഒമേഗയുടെ വാല്യൂ കുറയുമ്പോൾ ഒമേഗ 1, ഒമേഗ 2, ഒമേഗ 3 ഇതൊക്കെ ഒമേഗ ആറിനേക്കാൾ കുറവാണ്. ഒമേഗ ആറിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് കുറഞ്ഞു വരികയാണ്. ആ വേരിയേഷൻ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെയുള്ള ഒരു കർവിന്റെ രൂപത്തിലാണ് കിട്ടുക. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒമേഗ ആറിനേക്കാൾ ഒമേഗയുടെ വാല്യൂ കുറയുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒമേഗയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഐസൂറോയുടെ വാല്യൂ ഐസൂറോ മാക്സിൽ നിന്നും കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒമേഗ ആറിന്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് അപ്ലൈ ചെയ്യുന്ന ഒമേഗകളെങ്കിൽ അപ്പോഴും ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഐസൂറോ മാക്സിനേക്കാൾ കുറയുകയാണ് ചെയ്യുക. ആ വേരിയേഷൻ നമ്മൾ ഇങ്ങോട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. ഒമേഗയുടെ വാല്യൂ ഒമേഗ ആറിനേക്കാൾ കൂടുക എന്ന് പറഞ്ഞാൽ വലത്തോട്ട് ഒമേഗയുടെ വാല്യൂ കൂടുമ്പോൾ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഐസൂറോ മാക്സിൽ നിന്നും കുറയും. ആ കർവ് ഇങ്ങനെ വരും. കൃത്യമായിട്ട് ഈ ഭാഗത്തിന്റെ മിറർ ഇമേജ് പോലെയല്ല ഈ ഭാഗം, എന്നാൽ ഓൾമോസ്റ്റ് അതുപോലെയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഇതേപോലെ കൃത്യമായിട്ട് ഇങ്ങോട്ടല്ല, മിറർ ഇമേജ് പോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് തൽക്കാലം മിറർ ഇമേജ് പോലെ തന്നെ എടുക്കാം നമ്മളുടെ ഒരു കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇനി ഈ കർവ് ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റു ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ സീരീസ് എൽസിആർ സർക്യൂട്ടിൽ ഏതെങ്കിലും ഇൻസ്റ്റന്റിലുള്ള കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് I is equal to I0 sin omega t minus phi എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം P is equal to I squared into R ആണ്, where R is the resistance of the circuit. That is, power is directly proportional to square of current. അങ്ങനെയാണെങ്കിൽ ഈ LCR സർക്യൂട്ടിലെ ഇലക്ട്രിക് പവർ P is directly proportional to കറണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ വരും. I0 സ്ക്വയേർഡ് സൈൻ സ്ക്വയേർഡ് ഒമേഗ ടി മൈനസ് ഫൈക്ക് പ്രൊപ്പോർഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു I0 സ്ക്വയേർഡ്. കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് പവർ, ഇൻസ്റ്റന്റേനിയസ് പവർ ഓഫ് ദിസ് LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. That is, power is equal to a constant K into I0 squared. അങ്ങനെയാണെങ്കിൽ പവറിന്റെ മാക്സിമം വാല്യൂ P max is directly proportional to power is proportional to K into I0 squared ആണ്. K കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് പവർ മാക്സിമം ആവുന്ന സമയത്ത് ആ പവറിന് P max എഴുതാമെങ്കിൽ അത് I0 max സ്ക്വയേർഡിന് പ്രൊപ്പോർഷൻ ആണ്. That is, P max is equal to the same constant K into I0 max squared. എപ്പോഴാണ് പവർ അപ്പോൾ മാക്സിമം ആവുന്നത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് I0 മാക്സ് ആവുമ്പോഴാണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എപ്പോഴാണ് I0 മാക്സ് ആവുക? സർക്യൂട്ട് റെസണൻസിലാവുമ്പോഴാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ സീരീസ് LCR സർക്യൂട്ട് മാക്സിമം പവർ കൺസ്യൂം ചെയ്യുന്നത് റെസണൻസിൽ ആയിരിക്കുമ്പോഴാണ്. ഈ ഗ്രാഫിൽ ഈ പോയിന്റ് ആണ് I0 മാക്സിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. അതായത് അപ്ലൈഡ് AC-യുടെ ഫ്രീക്വൻസി റെസണൻസ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോഴാണ്. നമ്മൾ ഈ Y ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിന്റെ പ്രത്യേകത അവിടെയുള്ള കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് I0 മാക്സ് ബൈ √2 ആണെന്ന് വിചാരിക്കാം. I0 മാക്സ് ബൈ 2 അല്ല, I0 മാക്സ് ബൈ √2 ആണെന്ന് വിചാരിക്കാം. Y ആക്സിസിലെ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് X ആക്സിസിൽ രണ്ട് പോയിന്റുകളുണ്ട്. ഒന്ന് ഇടതുവശത്ത് കിടക്കുന്ന ഒരു പോയിന്റ്. ആരുടെ ഇടതുവശത്ത് കിടക്കുന്ന പോയിന്റ്? ഒമേഗ ആറിന്റെ ഇടതുവശത്ത് കിടക്കുന്ന ഈ പോയിന്റ്. അത് ഒമേഗ ആറിനേക്കാൾ കുറവുള്ള വാല്യൂ ആണ്. ഇടത്തോട്ട് പോകുമ്പോൾ ഒമേഗ ആറിനേക്കാൾ കുറവുള്ള ഒമേഗകളാണ്. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഒമേഗ ആർ മൈനസ് ഡെൽറ്റ ഒമേഗ ആണെന്ന് വിചാരിക്കാം. ഒമേഗ ആറിൽ നിന്നും ഡെൽറ്റ ഒമേഗ, ഈ വാല്യൂണ് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ ആറിൽ നിന്നും ഡെൽറ്റ ഒമേഗ കുറയ്ക്കുമ്പോഴാണ് ഈ ആംഗുലർ ഫ്രീക്വൻസി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. അതേപോലെ I0 മാക്സ് ബൈ √2 വരുന്ന രണ്ടാമതൊരു പോയിന്റ് കൂടി ഈ കർവിലുണ്ട്. അത് വലത്തുവശത്താണ്. ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള X കോർഡിനേറ്റ്, അതായത്
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗ ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ ഗ്രാഫ് ഓൾമോസ്റ്റ് സിമെട്രിക്കൽ ആണ്. എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ ഒമേഗ ആർ മൈനസ് ഡെൽറ്റ ഒമേഗയാണ് ഒമേഗയുടെ വാല്യൂ എങ്കിൽ ഈ പോയിന്റിൽ ഇതിന് ഏകദേശം മിറർ ഇമേജ് പോലെ കിടക്കുന്ന പോയിന്റ് ആണിത്. അതുകൊണ്ട് അവിടെയുള്ള ഒമേഗയുടെ വാല്യൂ ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗയാണ്. എന്നുവെച്ചാൽ ഒമേഗ ആറിന്റെ ഇടത്തുവശത്തും ഒമേഗ ആറിന്റെ വലത്തുവശത്തുമായിട്ട് ഒമേഗയിൽ നിന്നും തുല്യ വ്യത്യാസത്തോട് കിടക്കുന്ന രണ്ട് ഫ്രീക്വൻസികളാണ് ഒമേഗ ആർ മൈനസ് ഡെൽറ്റ ഒമേഗയും ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗയും. ഈ രണ്ട് ഫ്രീക്വൻസികളുടെയും പ്രത്യേകത, ആ ഫ്രീക്വൻസികളുള്ള എ സികൾ നമ്മൾ ഈ സോഴ്സിൽ ഈ എൽ സി ആർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ സി ആർ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ 1/√2 ടൈംസ് ആണ്. എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡിന്റെ പ്രത്യേകത? കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് I0 max √2 ആവുന്ന സമയത്തുള്ള പവറുകൾ കണ്ടുപിടിക്കാം. ആ പവറുകൾ P ആണെങ്കിൽ P is directly proportional to, നമുക്കറിയാം P is directly proportional to I0 squared ആണ്. I0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആണ്. ഇപ്പോഴത്തെ ആംപ്ലിറ്റ്യൂഡ് ഈ രണ്ട് ഫ്രീക്വൻസികൾ ഉള്ള എ സി സോഴ്സുകൾ നമ്മൾ എൽ സി ആർ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I0 max √2 ആണ്. സോ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു I0 max √2 സ്ക്വയർ, ഓർ പവർ ഈസ് ഈക്വൽ ടു ദ സെയിം കോൺസ്റ്റന്റ് K ഇൻറ്റു I0 max √2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു I0 max സ്ക്വയേർഡ് K ഇൻറ്റു I0 max സ്ക്വയേർഡ് √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 വരും. പക്ഷേ K ഇൻറ്റു I0 max സ്ക്വയേർഡ് എന്ന് പറയുന്നത് K ഇൻറ്റു I0 max സ്ക്വയേർഡ് എന്ന് പറയുന്നത് പവറിന്റെ മാക്സിമം വാല്യൂ ആണ്. അതായത് സർക്യൂട്ടിലൂടെയുള്ള ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡിന്റെ 1/√2 ആയി കുറയുന്ന സമയത്ത് പവർ ഇൻ ദിസ് എൽ സി ആർ സർക്യൂട്ട് അതിന്റെ മാക്സിമം വാല്യൂ ആയ പി മാക്സിന്റെ പകുതിയായിട്ട് കുറയും. സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് I0 max √2 ആവുന്ന സമയത്ത് എൽ സി ആർ സർക്യൂട്ടിലെ പവർ അത് കൺസ്യൂം ചെയ്യുന്ന പവറിന്റെ മാക്സിമം പവറിന്റെ പകുതിയായിട്ട് കുറയുമെന്നർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസികൾ ഒമേഗ ആർ മൈനസ് ഡെൽറ്റ ഒമേഗയോ ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗയോ ആണെങ്കിൽ ഈ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ അത് കൺസ്യൂം ചെയ്യുന്ന മാക്സിമം പവറിന്റെ പകുതിയായിട്ട് കുറയും എന്നർത്ഥം. അതുകൊണ്ട് ഒമേഗ ആർ മൈനസ് ഡെൽറ്റ ഒമേഗയെയും ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗയെയും ഹാഫ് പവർ ഫ്രീക്വൻസികൾ എന്നാണ് വിളിക്കുക. ആ ഫ്രീക്വൻസികളിൽ പവർ മാക്സിമം പവറിന്റെ പകുതിയായിട്ട് കുറയുന്നത് കൊണ്ട്. ഒരു എൽ സി ആർ സർക്യൂട്ടിന്റെ ക്വാളിറ്റി അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. റേഡിയോ ട്യൂണിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് എൽ സി ആർ സർക്യൂട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ കറണ്ടിനെ മാത്രമേ അതിലൂടെ ഒഴുക്കാൻ പാടൂ, ബാക്കിയുള്ള കറണ്ടുകൾക്കൊക്കെ മാക്സിമം ഇമ്പിഡൻസ് കൊടുക്കണം. ഒരു സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടുകൾ കാരണം ആ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ അതിന്റെ മാക്സിമം പവറിന്റെയും ഹാഫ് പവറിന്റെയും ഇടയിലാണെങ്കിൽ അത്തരം കറണ്ടുകളെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ റേഡിയോ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്ന വ്യത്യസ്ത സിഗ്നലുകളിൽ ഒന്നിലധികം എണ്ണം കാരണമുള്ള പവർ ഈ മാക്സിമം പവറിന്റെ പകുതിക്കും ഇടയിൽ വരികയാണെങ്കിൽ നമുക്ക് ആ റേഡിയോ ട്യൂണർ നല്ലൊരു ട്യൂണറാണെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഒരു സമയത്ത് ഒന്നിലധികം സ്റ്റേഷനുകളെ ട്യൂൺ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഈ രണ്ട് ഫ്രീക്വൻസികൾക്കിടയിൽ അധികം ഫ്രീക്വൻസികളൊന്നും ഉണ്ടാവരുത്. നമ്മൾ മറ്റൊരു എൽ സി ആർ സർക്യൂട്ടിന്റെ കർവ് ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക, ഫ്ലാറ്റ് ആയിട്ടുള്ള കർവാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് മാക്സിമം പവർ I0 max വരും, ഇവിടെ I0 max √2 വരും. അപ്പം നമ്മൾ ഇവിടെ വരച്ച പോലെ ഒമേഗ ആർ മൈനസ് ഡെൽറ്റ ഒമേഗ ഇവിടെ വരും, ഇവിടെ ഒമേഗ ആർ പ്ലസ് ഡെൽറ്റ ഒമേഗ വരും, നടുവിൽ ഒമേഗ ആർ വരും. ഇതിൻ്റെ ഇടയിൽ കൂടുതൽ വിസ്താരമേറിയ സ്ഥലമുണ്ട്, കൂടുതൽ വിടുത്തുണ്ട്. ഇവിടെ വിടുത്ത് കുറവാണ്. വിടുത്ത് കുറവെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫ്രീക്വൻസികളുടെ എണ്ണം കുറവ് എന്നാണ് അർത്ഥം. വിടുത്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫ്രീക്വൻസികളുടെ എണ്ണം കൂടുതലാണെന്ന് അർത്ഥം. ഈ ഫ്രീക്വൻസി തൊട്ട് ഈ ഫ്രീക്വൻസി വരെയുള്ള ഏത് കറണ്ടുകൾ ഈ സർക്യൂട്ടിലൂടെ ഒഴുകിയാലും ആ കറണ്ടുകൾ കാരണം ഈ എൽ സി ആർ സർക്യൂട്ടിന്റെ പവർ എന്ന് പറയുന്നത്
മാക്സിമം പവറിന്റെയും ഹാഫ് പവറിന്റെ ഇടയിൽ വരും. ആ പവറുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ ആ ഫ്രീക്വൻസികളെ ഈ LCR സർക്യൂട്ട് നെഗ്ലക്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. LCR സർക്യൂട്ട് അത്തരം ഫ്രീക്വൻസികളെ നെഗ്ലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് ഒരെണ്ണത്തിനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, കുറെ എണ്ണത്തിന് ഒരേ സമയം സെലക്ട് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരേ സമയത്ത് കുറെ എണ്ണത്തിന് സെലക്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ഇടയിലുള്ള ഫ്രീക്വൻസികളുടെ എണ്ണമൊക്കെ കുറവായിരിക്കണം. എന്ന് വെച്ചാൽ കുറേം കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഒരു കർവ് കിട്ടണം. ഇത്തരം ഒരു കർവിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് വിളിക്കുന്നത്. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് y ആക്സിസിലും ഫ്രീക്വൻസി x ആക്സിസിലും എടുക്കുന്ന ഒരു കർവിനെയാണ് എടുത്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു കർവിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് എൻ LCR സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് എൻ LCR സർക്യൂട്ട് ഇതേപോലെ ഷാർപ്പായിരുന്നാൽ മാത്രമേ ആ സർക്യൂട്ടിന് ക്വാളിറ്റി കൂടുതലുള്ളൂ. അതായത് ആ സർക്യൂട്ട് ഒരേ സമയത്ത് ഒന്നിലധികം ഫ്രീക്വൻസികളെ സെലക്ട് ചെയ്യാതിരിക്കൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള കർവ് ആണെങ്കിൽ അത് ഒരേ സമയത്ത് കുറേ വ്യത്യസ്ത ഫ്രീക്വൻസികളെ സെലക്ട് ചെയ്യുന്ന പോലെ പെരുമാറും. അത് ഒരു ട്യൂണർ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് ഇതേപോലെ ഷാർപ്പായിട്ടുള്ള ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഉള്ള ഒരു LCR സർക്യൂട്ടാണ് കൂടുതൽ ക്വാളിറ്റിയുള്ള LCR സർക്യൂട്ട്. അതുകൊണ്ട് ഷാർപ്പ്നെസ് ഓഫ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഓഫ് എൻ LCR സർക്യൂട്ടാണ് അതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. നല്ലപോലെ ഷാർപ്പായിരിക്കുന്ന ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് ക്വാളിറ്റി കൂടുതലുള്ള ഒരു LCR സർക്യൂട്ടിന് ഉണ്ടാകും. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള സ്ഥലങ്ങളിലുള്ള ഫ്രീക്വൻസികളുടെ എണ്ണം കുറവായിരിക്കണം എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ വിഡ്ത്ത് കുറവായിരിക്കണം എന്നർത്ഥം. ആ വിഡ്ത്ത് എത്രയാ വരിക? ആ വിഡ്ത്തിന്റെ വലത്തെ വശത്തെ അതിർത്തിയിലുള്ളത് ωr പ്ലസ് ഡെൽറ്റ ഒമേഗയാണ്. ഇടത്തെ പോയിന്റിലുള്ളത് ωr മൈനസ് ഡെൽറ്റ ഒമേഗയാണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഈ കാണിച്ചിരിക്കുന്ന റേഞ്ച് കുറവായിരിക്കണം എന്നർത്ഥം. അപ്പൊ അത് കുറവാകുമെന്ന് പറഞ്ഞാൽ എന്താ? ωr ബ്രാക്കറ്റ് മാറ്റി ωr പ്ലസ് ഡെൽറ്റ ഒമേഗ മൈനസ് ωr, ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇത് മൈനസ് ഇവിടെയുണ്ട്. സോ പ്ലസ് ഡെൽറ്റ ഒമേഗ വരും. മൈനസ് ωrഉം പ്ലസ് ωrഉം ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡെൽറ്റ ഒമേഗ വരും. 2 ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ വിഡ്ത്താണ്. ഈ വിഡ്ത്ത് കുറവായിരിക്കണം. ഈ വിഡ്ത്തിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസികളുടെ റേഞ്ച് എന്നാണ് അർത്ഥം. സോ ഈ വിഡ്ത്തിനെ ബാൻഡ് വിഡ്ത്ത് എന്നാണ് വിളിക്കുക. ബാൻഡ് വിഡ്ത്ത് BW ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ ഒമേഗ കുറവായിരുന്നാൽ മാത്രമേ, ഈ കാണിച്ചിരിക്കുന്ന വിഡ്ത്ത് കുറവായിരുന്നാൽ മാത്രമേ LCR സർക്യൂട്ട് കൂടുതൽ ഷാർപ്പായി മാറുകയുള്ളൂ. നമ്മൾ ഇങ്ങനെയൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് വരയ്ക്കാൻ ചെയ്യാം. ഈ രൂപത്തിൽ വരയ്ക്കുന്ന സമയത്ത് ഇത് കുറേം കൂടെ ഷാർപ്പായിട്ടുള്ള ഒരു കർവാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന കർവിനെ സംബന്ധിച്ചിടത്തോളം ωr മൈനസ് ഡെൽറ്റ ഒമേഗയും ωr പ്ലസ് ഡെൽറ്റ ഒമേഗയും തമ്മിലുള്ള ഈ ഡിഫറൻസ് കുറച്ചും കൂടെ കുറവാണ് ഇവിടെ വരച്ചിരിക്കുന്നതിനേക്കാൾ. ക്വാളിറ്റി ഓഫ് എൻ LCR സർക്യൂട്ട് ഇപ്പൊ നമുക്ക് എപ്പോഴാണ് ക്വാളിറ്റി കൂടുതൽ കിട്ടാന്ന് മനസ്സിലായി. 2 ഡെൽറ്റ ഒമേഗ കുറയുമ്പോഴാണ്, ബാൻഡ് വിഡ്ത്ത് കുറയുമ്പോഴാണ് ക്വാളിറ്റി കൂടുതലുള്ളത്. അത് നമ്മൾ ഇനി ഒരു നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാന്ന് വിചാരിക്കും. ആ നമ്പറിനെയാണ് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്ന് വിളിക്കുന്നത്. Q ഫാക്ടർ ഓഫ് എൻ LCR സർക്യൂട്ട് ഉറപ്പായിട്ടും ബാൻഡ് വിഡ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ബാൻഡ് വിഡ്ത്ത് കുറയുമ്പോൾ Q ഫാക്ടർ കൂടുകയാണ് വേണ്ടത്, ക്വാളിറ്റിയെ റിപ്രസെന്റ് ചെയ്യുന്ന നമ്പർ കൂടുകയാണ് വേണ്ടത്. അതുകൊണ്ട് Q ഫാക്ടർ ഓഫ് എൻ LCR സർക്യൂട്ട് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത്. ഇങ്ങനെയാണ് ക്വാളിറ്റി ഫാക്ടർ ഓഫ് എൻ LCR സർക്യൂട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ ബാൻഡ് വിഡ്ത്ത് കുറയുമ്പോൾ, ഈ വീതി കുറയുമ്പോൾ ക്വാളിറ്റി കൂടുതലാണ് എന്ന് ഈ നമ്പർ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ Q ഫാക്ടർ എന്ന് പറയുന്ന നമ്പർ കൂടുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 2L എന്ന് പ്രൂവ് ചെയ്യാം. where R is the resistance and L is the inductance of this series LCR circuit. And therefore Q factor Q is equal to omega R divided by 2 into delta omega പകരം R divided by 2L. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. L മുകളിലേക്ക് പോയി. So this is equal to omega R into L divided by R. Now what is omega R into L? Omega into L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഒമേഗ ആർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ റെസണൻസ് സംഭവിക്കുന്ന സമയത്തുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. സോ ഒമേഗ ആർ ഇൻറ്റു എല്ലിന് പകരം നമുക്ക് എക്സ് എൽ എന്ന് കൊടുക്കാം. ദെർഫോർ Q is equal to XL divided by R.
അതായത് ക്വാളിറ്റി കൂടണമെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കണം എന്നർത്ഥം. റെസിസ്റ്റൻസ് കുറവുള്ള ഒരു LCR സർക്യൂട്ടിനാണ് ക്വാളിറ്റി കൂടുതലുള്ളത്. ഇനി വീണ്ടും ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെസണൻസ് സംഭവിക്കുന്ന സമയത്ത് ഉള്ള കണ്ടീഷനാണ് ഒമേഗ ആർ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 1 ഒമേഗ ആർ ഇൻറ്റു സി. റെസണൻസ് സംഭവിക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ആൻഡ് ദെയർഫോർ ഈ ഇക്വേഷനിൽ ഒമേഗ ആർ ഇൻറ്റു എല്ലിന് പകരം Q is equal to omega R into L divided by R ലെ omega R into L ന് പകരം നമുക്ക് 1 by omega R C substitute ചെയ്യാം. So this is equal to 1 by omega R C into capital R. 1 by omega R C എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. So this is equal to XC divided by R. ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് Q equal to omega R L by R എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, which is equal to XL by R. Again Q is equal to XC divided by R. ഇപ്പോൾ ഷാർപ്പർ ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് കർവുള്ള ഒരു LCR സർക്യൂട്ടാണ് കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. അത്തരം ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്ന വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ നിന്നും കൃത്യമായിട്ട് ഒരെണ്ണത്തിനെ മാത്രം സെലക്ട് ചെയ്യുന്നത്.